ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ പോകാന്നിട്ട് ഞാൻ വേണ്ടി അടുത്ത് പറയും അടുത്ത എക്സാം നോക്കുമ്പോൾ ഞാൻ നിന്നെ പൊട്ടിക്കാം. ലൈക്ക് സ്റ്റഡീസ് ഒന്ന് ഉഴപ്പം നേരത്തേക്ക് മിസ്സിൻ്റെ മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ മിസ്സിനെ കാണാൻ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു പറയാം. മിസ് പുറകേ കാണും. ഞാൻ ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെയാണ്, ഫുൾ ടൈം ചോദിക്കും പഠിക്കുന്നുണ്ടോ. എനിക്ക് GT തിയറി ഇഷ്ടം, പക്ഷെ പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര ഗേറ്റ് എഴുതാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്തത് ജനുവരിയിലെ റിവിഷൻ ക്ലാസ് ആയിരുന്നു. കൂടെ ഇരിക്കുന്നവർ പഠിക്കുന്ന കാണുമ്പോഴേ നമുക്കും പഠിക്കാൻ ചൂട് വരും. വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് പഠിച്ചെന്ന് നമ്മൾ കുറച്ച് പഠിച്ചിട്ടറിയാം അതിന് എത്ര മതി എന്ന് പറയുമ്പോൾ നിർത്തും. അങ്ങനെ ചോദിച്ച് ടെൻഷനാണോ ഡിപ്രഷനാണോ എന്ന് ഇത് ഞാനിങ്ങനെ ബ്ലേർട്ട് ഔട്ട് ചെയ്തു. കയ്യിൽ നിന്ന് പോകുന്നൊരു സംശയം. വീണ് പോയാലും കുഴപ്പമില്ല, ബാക്കിൽ ആളുണ്ട്. റിസൾട്ട് വരുമ്പോൾ അവർ പറയുന്നൊരു ടാഗ് ലൈൻ ഉണ്ട്, എടാ ഞാൻ കുറച്ചേ പഠിച്ചോളൂ, ബാക്കിയുള്ളവർ എഴുതി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും. നോക്കിയപ്പോൾ രണ്ടുപേരും ഒരേ മാർക്ക്, അത് എനിക്ക് കിട്ടിയ അതേ മാർക്ക് തന്നെ അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ശരിയാവില്ല കേട്ടെങ്കിൽ ഞാൻ ചോദിച്ചു. ഇവിടെ വന്നിട്ട് ആദ്യം ഇങ്ങനെ ചോദിച്ചു എടുക്കണോ ഗേറ്റ് എടുക്കണോ. ഇവിടുത്തെ ഫാക്കൽറ്റി തന്നെയാണ് പറഞ്ഞത്. ഹായ്, എൻ്റെ പേര് നന്ദന, ഇത് ശ്രീജിത്ത് ആൻഡ് ഇത് ശബരി. ഞങ്ങൾ മൂന്നുപേരും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാറ്റൺ ഹില്ലെ സ്റ്റുഡൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഗേറ്റ് 2026 ഡയറക്റ്റ് ബാച്ചിൽ ഇവിടെ ഒന്നിച്ച് പഠിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ഗേറ്റ് 2026 ഞങ്ങൾക്ക് 3 പേർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റി. ഈ വീക്ക്ലി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകും, നമുക്ക് മടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ, ഈ റിസൾട്ട് വരുമ്പം നമ്മളിപ്പോൾ താഴോട്ട് വല്ലതും ആണെങ്കിൽ നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മൾ ബാക്കിലോട്ടായാലും. അപ്പം അടുത്ത ടെസ്റ്റിന് പഠിക്കാൻ വേണ്ടിയിട്ട് അതൊരു മോട്ടിവേഷൻ ആവും. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, അത് മെയിനായിട്ട് നമ്മൾ ഇത് ഗേറ്റിൻ്റെ ഒരു എക്സാം പാറ്റേൺ എൻ്റെ ഓൺലൈനാണ്. അപ്പോൾ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ഒരു ക്വസ്റ്റിന് ഇത്ര ടൈം എടുക്കാവും, നമ്മൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോകണം. പാടുള്ളതാണെങ്കിൽ സ്കിപ്പ് അടിക്കണം, അത് നമ്മൾ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്നതാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പോയി ഒന്ന് എക്സാം എഴുതാൻ ഇരിക്കുകയാണെങ്കിൽ ഉള്ള മെയിൻ കുഴപ്പം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇരിക്കും. പക്ഷെ അത് കിട്ടുന്നുണ്ടാകുന്ന പ്രോബ്ലം സമയം പോകും. ചിലപ്പോൾ അത് കിട്ടാനും എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയായിരിക്കും, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റക്കായി അവിടെ അങ്ങ് തീരും. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രാക്ടീസ് കിട്ടിയ ഇവിടെയാണ്. ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, എന്നിട്ട് എപ്പോൾ തിരിച്ചു വരണം എന്നുള്ളത് പഠിച്ചത് വീക്ക്ലി ടെസ്റ്റിലാണ്. പിന്നെ പറഞ്ഞ കണക്ക് നമ്മളെക്കാട്ട് ഒറ്റൊരാൾക്ക് മാർക്ക് കിട്ടാൻ നേരത്ത് നമുക്ക് പൊതുവെ ഉള്ളിലൊരു കോമ്പറ്റീഷൻ മൈൻഡ് കാണും. ഓക്കെ, അടുത്തതിന് നമുക്കും പിടിക്കണം എന്നുള്ളതുകൊണ്ട് അതിനൊക്കെ സഹായിച്ചത് ടൈം മാനേജ്മെൻറ്റും പിന്നെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് വീക്ക്ലി. നമ്മൾ 3 പേർക്കും അങ്ങനെ കോമ്പറ്റീഷൻ ഉള്ളിലുണ്ടായിരിക്കും, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ പോകാന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയും അടുത്ത എക്സാമിന് നോക്കുമ്പോൾ ഞാൻ നിന്നെ പൊട്ടിക്കാം. ഇവനൊരു മറ്റേ ചില എക്സാമിന് മാർക്ക് കിട്ടുമ്പോൾ മറ്റേ സ്ഥലം കാശ്മീരിൽ ജയറാൻ നിൽക്കുന്ന പാപ്പ അവർ എക്സ്പ്രഷൻ ഇട്ട് ഒരു കുറച്ച് നേരം നിൽക്കും. അത് കാണുമ്പോഴത്തേക്കും ഞാനൊന്ന് അടിക്കും, അടുത്തതിനെ കാണിച്ചേരാട്ടാ. അതവൻ പറയാറുണ്ടായിരുന്നു, അടുത്ത നിന്നെക്കാട്ടി കൂടുതൽ മാർക്ക് നോക്കി വെച്ചോളാം എന്നൊക്കെ പറയും, അങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷെ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പൊ ആദ്യത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെ പറഞ്ഞത് ബെറ്റൊക്കെ വെച്ചിട്ട് അത് മറ്റേ മോസ് പഠിച്ചു തീർക്കുന്നതിനും അത് പഠിക്കാനായിട്ട്, അത് മോസിൻ്റെ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര സമയത്തിലുള്ള ഇത്ര പഠിച്ചത് തീർന്ന ഒരാൾക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കും. അങ്ങനെ നടന്നില്ല. മെന്റർഷിപ്പ് എനിക്ക് ശ്രീലക്ഷ്മി മിസ്സായിരുന്നു. നല്ലതായിട്ട് എല്ലാം നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളും, ഇപ്പം പഠിക്കുന്ന കാര്യമായാലും പേഴ്സണൽ ആയാലും ഹോസ്റ്റൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. അത്രയും ഫ്രണ്ട്ലി ആയിട്ടൊരു മിസ്സായിരുന്നു ശ്രീലക്ഷ്മി മിസ്. എൻ്റെ കേസിൽ എനിക്ക് ആദ്യം +2 നമ്മൾ എൻട്രൻസിൻ്റെ കോച്ചിങ് എടുക്കാൻ നമുക്ക് ഒരു മെൻറ്ററിനെ അസൈൻ ചെയ്ത് തരും. എനിക്ക് ആ ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷേ എനിക്ക് വലിയ ഉപയോഗമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല എഞ്ചിനീയറിംഗ് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ടൈമിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്കൊരു മൈൻഡിലുണ്ടായിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രേഞ്ചറാണ്, ടോട്ടൽ സ്ട്രേഞ്ചറാണ്. അപ്പോൾ അവർക്ക് നമ്മളെ പറ്റി എന്തറിയാമെന്നുള്ളത് നമുക്കറിഞ്ഞൂടല്ലോ, നമ്മളെ പറ്റി എന്തെങ്കിലും അറിയാമെന്നുള്ള അറിയില്ല. അപ്പം എൻ്റെ മെൻറ്റർ അഞ്ജലി മിസ്സായിരുന്നു. അഞ്ജലി മിസ്സായിരുന്നു ത്രൂ ഔട്ട് എൻ്റെ ജേർണിയിൽ മെൻറ്ററായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിസ്സിൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ ചിരിച്ചിട്ട് പോയിരുന്നു. മിസ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ബേസിക് എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് വരുന്നത്, ഏതൊക്കെയാ പാട് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചു ഓക്കെ മെൻറ്റർഷിപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത മെൻറ്റർഷിപ്പിലായിരിക്കും വരുന്നതെന്ന്. പക്ഷേ അല്ലായിരുന്നു. മിസ്സ് അന്നത്തെ ദിവസം തൊട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തെ ഒരു ഗ്യാപ്പിനിടയിൽ ചോദിക്കും. മിസ് എനിക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഇത്ര പ്രോബ്ലംസ് ചെയ്തിട്ട് വരണം പാടുള്ള സബ്ജക്റ്റിൻ്റെ. മിസ് അത് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ഡൗൺ ആയിട്ടൊന്ന് ലൈക്ക് സ്റ്റഡീസ് ഒന്ന് ഉഴപ്പം നേരത്തേക്ക് മിസ്സിൻ്റെ മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ മിസ്സിനെ കാണാൻ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി ഇറക്കും. പക്ഷേ മിസ്സ് വിടൂല, മിസ്സ് പുറകേ കാണും. ത്രൂ ഔട്ട് എൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മിസ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് കാണുമ്പോൾ തന്നെ ഒരു ഉള്ളിൽ നിന്നൊരു ഓക്കെ പഠിക്കണമല്ലോ എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ. അതാണ് ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെയാണ്, ഫുൾ ടൈം ചോദിക്കും പഠിക്കുന്നുണ്ടോ. അങ്ങനെ എനിക്കും ശ്രീലക്ഷ്മി മിസ്സായിരുന്നു മെൻറ്ററായിട്ട്. മിസ്സ് എപ്പോഴും ചിരിച്ച പോകണം. മിസ്സിന് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ മിസ്സ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തരും. എനിക്കിപ്പോൾ ആദ്യം മോസ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മോസിൻ്റെ ഞാൻ പറഞ്ഞു മിസ്സേ ഇങ്ങനെ പ്രശ്നം പഠിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. മിസ്സറിന് പേടിക്കേണ്ട കിട്ടും, അത് ഓരോ ദിവസവും നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത്ര സമയം മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ വേറെ സബ്ജക്റ്റാണ് പഠിക്കണമെങ്കിൽ അത് എന്നാലും ആ ദിവസം തന്നെ മോസിൻ്റെയും ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത്
ചെയ്യാൻ പറഞ്ഞു. അപ്പം അതെനിക്ക് നല്ല ഉപയോഗമായിട്ട് തോന്നി. ഞാൻ ചെയ്തു നോക്കി. എനിക്ക് അപ്പം മോസ് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി എഫക്റ്റീവായിട്ട്. അത് മാർക്കിലും കുറച്ച് കൂടുതലായിട്ട് വന്നു. പിന്നെ ഉള്ളത് ഫുൾ ലെങ്ത് ടെസ്റ്റ് ആയിരുന്നു. ഒരു മാസീവായിട്ട് ഇത്ര ഒരു സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ആയിട്ട് നമ്മളൊരു ഗേറ്റിൻ്റെ സെയിം മോഡൽ അത്രയൊരു ടൈമിൽ തന്നെ നടത്തുന്ന ഒരു എക്സാം. അതിലായിരുന്നു കൂടുതലൊരു പോർഷൻസ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് മറന്നുപോയ പോർഷൻസ് നമ്മൾ വീണ്ടും പഠിക്കണമായിരുന്നു. അങ്ങനെ റിവൈസ് ചെയ്യുന്ന ഒരു ഉപയോഗം ഉണ്ടായിരുന്നു. പിന്നെ ജാനുവരിയിൽ നമുക്കൊരു റിവിഷൻ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 1 month. അത് ഭയങ്കരമായിട്ടും ഹെൽപ്പ് നമ്മൾ ആദ്യം വന്നത് പറഞ്ഞല്ലോ, നമ്മൾ 3 പേര് മാത്രമായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കോമൺ ആയിട്ട് കിട്ടിയ മറ്റൊരു ഫ്രണ്ട് ഞാൻ വഴി പരിചയപ്പെട്ടതാണ് നിങ്ങൾ അഭിരാമിനെ. പിന്നെ അഭിരാം, അത് കഴിഞ്ഞിട്ട് അഗന കോഴിക്കോട് നിന്ന്, നികിത, ശ്രീനന്ദന, അങ്ങനെയാണ് നമ്മളൊരു ഗ്യാങ് ആയത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചാൾ ഫിലിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതാവുന്നതെന്ന് പറയുന്നത് 10:30 ബ്രേക്കിന് നമ്മൾ ഗുരുവായൂരപ്പേ പോയി ചായ കുടിക്കാൻ. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഗ്യാങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോഴേക്കും നമ്മൾ അല്പം കൂടി ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എന്നതാണ് ഓരോരുത്തരുടെ സബ്ജക്റ്റിൻ്റെ പാടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ചായയുടെ പുറത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരികെ സംസാരിച്ച് വീണ്ടും ക്ലാസ്സിൽ വരും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്സിന് ഇവ ഉണ്ടാവില്ല, ഇവൻ ഡേ സ്കോളറായിരുന്നു. ജിയോ ഉണ്ടാവും, ഞാനുണ്ടാവും, അഗന ഉണ്ടാവും, അഭിരാം ഉണ്ടാവും, സ്നേഹ, നികിത, നമ്മളെല്ലാവരും കൂടെ രാത്രി ഇവിടെ പലയിടത്തായിട്ട് ഒരു ക്ലാസ് റൂമിൽ പലയിടത്തായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടാവും, അത് നമ്മൾ ചെയ്യും. കിട്ടുന്നില്ലെങ്കിൽ അപ്പുറത്തെ ആളുണ്ടല്ലോ, നമ്മൾ വെച്ച് പോയി ചോദിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു. സോ ഇവിടെ വന്നിട്ട് കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ സബ്ജക്റ്റിലും ഇതായിരിക്കില്ല എത്രയെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്ന കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് GTയുടെ തിയറി ഇഷ്ടം, പക്ഷേ പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര ബോറാണ്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഇവനാണ്. essay സ്ട്രക്ചറിൽ അത് വരാൻ നേരത്ത് എനിക്ക് വലിയ കുഴപ്പമില്ല. അത് ഞാൻ ഇവന് കുറച്ച് പറഞ്ഞു. എനിക്ക് അവൻ എന്നെ സഹായിച്ചു. മോസൊക്കെ ഞാൻ അടുത്ത ഡൗട്ട് വരുമ്പോൾ ചോദിക്കുന്നത്, മോസ് essay ഒക്കെ എനിക്ക് ഡൗട്ട് വരുമ്പോൾ ഞാൻ അടുത്ത് അയച്ചുകൊണ്ടിരുന്നത്, ഞാനാണ് പറഞ്ഞു തന്നത്. പിന്നെ അഭിരാമിൻ്റെ കേസാണെങ്കിൽ മാത്സ്, അവന് മാത്സ് ഭയങ്കര ടെൻഷനായി. അതും ഞാനും നീയും ഇവളായിരുന്നു, പക്ഷേ കൂടുതലും മെയിൻ ഇവളായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ഇരുന്നിട്ട്. അവൻ അല്പം ഒന്ന് സ്ലോ ആയിട്ടാണ് ക്യാച്ചപ്പ് ചെയ്യുന്നത്, പക്ഷേ ഇവളത് മാനേജ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഇത്രയും പേരും ഇങ്ങോട്ടും തമ്മിൽ ഒരു ബാലൻസ് ചെയ്താൽ പൊക്കോണ്ടിരുന്നത്. സോ അത് ലാസ്റ്റ് ആയപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പഠിക്കാൻ നേരത്ത് നമ്മൾ അങ്ങനെ ഒരു സ്ട്രെസ് ബസ്റ്ററൊക്കെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലാണ് നടന്നുകൊണ്ടിരുന്നത്. പുറത്ത് ലൈക്ക് ഇതായതുകൊണ്ട് ഒരു ഫ്രീഡം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കറങ്ങാൻ പോകും. അപ്പം ഗേറ്റ് എഴുതാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്തത് ജനുവരിയിലെ റിവിഷൻ ക്ലാസ് ആയിരുന്നു. അത് 1 month ഫുൾ ഉണ്ടായിരുന്നു. ഡിസംബറിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ജനുവരിയിലുള്ള ആ 1 മാസം കൊണ്ടാണ് ശരിക്കും ഫുൾ നമുക്ക് പക്കയാവുന്നത്. എല്ലാ സബ്ജക്റ്റും വന്ന് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. വീണ്ടും നമുക്കിപ്പോൾ 2-3 ദിവസം ഒരു സബ്ജക്റ്റ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റും തീർത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ടൈം ടേബിളിൽ പോകാൻ പറ്റും. ഇപ്പം നമുക്ക് തന്നെ പഠിക്കുമ്പോൾ അതനുസരിച്ച് തീർക്കാൻ പറ്റുമോ നമുക്ക് ഉറപ്പില്ല. ഇവിടെ ആകുമ്പോൾ അങ്ങനെയില്ല, ആ ഒരു ടെൻഷൻ നമുക്ക് വേണ്ട. അതിന് ഈ ജനുവരി റിവിഷൻ ക്ലാസ് ഭയങ്കര. ഞാൻ ഇടയ്ക്ക് മിസ്സാക്കിയതും ആ ഒരു റിവിഷൻ ക്ലാസ്സാണ്. ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് വീട്ടിലോട്ട് പോയി. അതിനുശേഷം റിവിഷൻ ക്ലാസ് ഞാൻ ഫുള്ളായിട്ട് വന്നിട്ടുണ്ടായില്ല. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അങ്ങനെ റിവിഷൻ ക്ലാസ് എവിടെയും പോയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നിയെന്ന് പറയുന്നത് റിവിഷൻ ക്ലാസ്സിന് വന്നിരുന്നെങ്കിൽ അല്പോട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം വീട്ടിൽ ഇരുന്ന് നമ്മൾ പഠിക്കാമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വരും. നമ്മളൊന്ന് അതായത് കൂടെ ഇരിക്കുന്നവർ പഠിക്കുന്ന കാണുമ്പോഴേ നമുക്കും പഠിക്കാൻ ഒരു ചൂട് വരും. ഇല്ലാത്തപ്പോൾ നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ അറിയുന്നില്ല, ബാക്കിയുള്ളവർ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ വീട്ടിൻ്റെ ചോരിനോട് ഇടയിലാണ്. അപ്പോൾ നമ്മളങ്ങനെ അധികം ഒരു സ്ട്രെസ് എടുത്ത് നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ 1 മണിക്കൂർ എങ്ങാനും വായിക്കും, പിന്നെ കുറച്ച് നേരം ഒന്ന് ഫോണിലെങ്ങാനും നോക്കും, അങ്ങനെ പോകും. ഞാനിവിടെ കുറച്ച് റിവിഷൻ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വന്നതല്ല എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഉള്ള ഒരു മെയിൻ ഇഷ്യൂ ട്രാവലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഓപ്റ്റ് ഔട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ വിചാരിക്കുന്നു ആ ഒരു മാസം കൂടി ഹോസ്റ്റലിൽ നിൽക്കായിരുന്നു, എന്നിട്ട് ആ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് പോയാൽ മതിയായിരുന്നു. എൻ്റെ അടുത്ത് സീനിയേഴ്സും പറഞ്ഞത് മെയിൻ സാധനം അതായിരുന്നു. തിരിച്ച് വരണമെന്ന് തോന്നും, വരരുത്, ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം. പക്ഷേ എനിക്കങ്ങ് വന്നാൽ മതി എന്നുള്ളതായി. അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ് വന്നു. പക്ഷെ അത് വേണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് അതാണ്. ആരും ആ സമയത്ത് നമുക്ക് ഡൗട്ട് വന്നാൽ ചോദിക്കാനും ഒരു ഇതുണ്ട്. മറ്റേ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ടെൻഷൻ അടിക്കണം. എങ്ങനെയാണ് പ്രിപ്പറേഷൻ അറിയാൻ പറ്റില്ല, വീട്ടിൽ ഒറ്റയ്ക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും കുറച്ച് ക്ലാസ് മിസ്സാക്കി. അതിലെനിക്ക് ഏറ്റവും റിഗ്രറ്റ് അടിക്കുന്നത് GT ക്ലാസ് എനിക്ക് വരാൻ പറ്റില്ല. എനിക്കന്ന് പനി പിടിച്ച് അങ്ങനെ അതിന് വരാൻ പറ്റില്ല. അതെനിക്ക് അന്നും നല്ല വിഷമം തോന്നി. GT സാറിന് ക്ലാസ്സിന് വരാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നി. അതെനിക്ക് 2-3 ക്ലാസ് അങ്ങനെ മിസ്സായി. അപ്പോൾ വന്ന ക്ലാസ്സിൽ നല്ല ഉപയോഗം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു, നല്ലോണം വർക്കൗട്ട് ചെയ്തുകൊണ്ട് അത് നല്ല ഉപയോഗം ഉണ്ടായി. പിന്നെ ഈ വരാത്ത ക്ലാസ്സിൻ്റെത് എനിക്ക് അവസാനമായപ്പം ഒരു ഇതുണ്ടായി. അപ്പം GL അറ്റൻഡ് ചെയ്തുകൊണ്ട്
ജിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ജി പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ അതിന് ഒരു ഉപയോഗമുള്ള കാര്യമാണിത്. അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് പഠിച്ചെന്ന് നമ്മൾ കുറച്ച് പഠിച്ചിട്ടറിയാം ഇന്ന് എത്ര മതി എന്ന് പറയുമ്പോൾ നിർത്തും. അങ്ങനെ എന്നാൽ പിന്നെ അത് നാളെയാവും, മറ്റന്നാളും അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നതാകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അവരെല്ലാം പഠിക്കുന്നില്ല, അപ്പോൾ നമുക്ക് ഇരുന്ന് പഠിക്കാം എങ്കിലേ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഇരുന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം ഞാനും ഇപ്പോൾ ഡേ സ്കോളർ ആയതുകൊണ്ട് ഞാനും പോയി വന്നതുകൊണ്ട് ഇപ്പോൾ ട്രാവൽ ഉള്ളതുകൊണ്ടാണ് ഞാനും പിന്നെ ആ സമയം കൂടെ പോകുമെന്ന് വിചാരിച്ചാണ് ഞാനും പിന്നെ മടിച്ചത് അവസാനം. അപ്പോൾ അത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉപയോഗം ഉണ്ടായത്. എനിക്കിവിടെ നിന്ന് വഴക്കിട്ടിയ മെയിൻ സാധനമാണ് 5 മിസ് ചെവി പിടിച്ച് നുള്ളുമായിരുന്നു കാണുമ്പോൾ റിവിഷൻ വരാത്തതിന്. പിന്നെ ഇവിടുത്തെ മിനി ചേച്ചി ഇവിടെ ഫോണിൽ നിന്ന് വിളിച്ചാണ് എന്നെ വഴക്ക് പറഞ്ഞത് റിവിഷൻ ക്ലാസ്സിന് വരാത്തതിന്. ഇങ്ങനെ വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നു, കംപ്ലീറ്റ് ആയിട്ട് മിസ് ഔട്ട് ചെയ്തില്ല. ഒരു സബ്ജക്റ്റ് 3 ഉണ്ടെങ്കിൽ മാത്സിൻ്റെ ഒരു ക്ലാസ്സിനാണ് വരാത്തത്. അന്നാണ് മിനി ചേച്ചി എന്നെ പൊക്കിയത്. എന്നിട്ട് ഇവളെ കൊണ്ട് വിളിപ്പിച്ച് എന്നെ വഴക്ക് പറയിച്ചു. എക്സാമിൻ്റെ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പം കിട്ടുമോ ഇല്ലേ എന്താവോന്ന് അറിയില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. എന്നാലും ഇത്രയും പഠിച്ചതല്ലേ, 8-9 മാസം പഠിച്ചതല്ലേ, കുറച്ച് ദിവസം കൂടെ അതുപോലെ പോട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. അവസാനമായപ്പോൾ എല്ലാവർക്കും ടെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നോർമലി ഉണ്ടാകുന്ന കാര്യമാണ്. എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ടെൻഷൻ അവസാനമായപ്പോൾ വിചാരിച്ച് എങ്ങനെയും കിട്ടിയാൽ മതി എന്നായി. അവസാനം നല്ല മാർക്ക് ഇട്ടില്ലെങ്കിൽ എങ്ങനെയും പാസ്സായാൽ മതി എന്നൊരു മെൻറ്റാലിറ്റിയാണ് ഇരുന്നത്. പക്ഷേ എക്സാം എഴുതാൻ കയറിയപ്പോൾ പിന്നെ അത് മാറി. ഏകദേശം നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ കുറേ പഠിച്ചു. നമ്മൾ ഇത്രയും സമയം എടുത്ത് പഠിച്ചപ്പം കുറേ കാര്യങ്ങൾക്കും ഓർമ്മയുണ്ട്. പക്ഷേ നമ്മൾ ആ ടെൻഷൻ കാരണം മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം നല്ലോണം എക്സാം എഴുതാൻ പറ്റി. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, റിവിഷന് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ എനിക്കതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് കിട്ടുമോ. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും മാറിയ ടെൻഷനായി. കാരണം ഒരു ദിവസം പഠിക്കുന്ന പിറ്റേ ദിവസം ആകുമ്പോൾ മറന്നു പോകുന്ന കണക്കൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു കാര്യം വന്നു. അപ്പോൾ ഞാൻ ജെന്യുവൻലി വിചാരിച്ചത് ഓക്കെ 8-9 മാസം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വന്നില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനായിപ്പോയി എനിക്ക്. അത് എക്സാം എഴുതിയില്ല, അതിനു മുമ്പേ ടെൻഷനായി ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫേസ് അല്പം ഒരു എല്ലാവർക്കും ഇതിൻ്റെ ഒരു ആസ്പിറൻസിന് എല്ലാവർക്കും ഒരു ടെൻഷൻ കിട്ടുന്ന ഒരു പീരീഡാണ് ജാനുവരി ഫെബ്രുവരി എക്സാമിന് മുമ്പുള്ള ഒരു വീക്ക് വരെ. എക്സാമിന് മുമ്പുള്ള ഒരു വീക്ക് എത്തുമ്പം ടോട്ടലി നമ്മൾ ചിലർ നല്ല ഡൗൺ ആവും. ഞാൻ അത്യാവശ്യം നല്ല ഡൗൺ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനങ്ങ് ബോട്ടം എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ചിലതൊക്കെ ചെയ്യാൻ നേരത്ത് ചെയ്ത പ്രോബ്ലംസ് ആണെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവന്മാർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇങ്ങനെ അറിയാം അവർ എഞ്ചിനീയറിംഗ് ഫീൽഡല്ല, ഡിഗ്രി എടുത്തിട്ട് അവർ നിൽക്കുവാണ് എക്സാംസിനായിട്ട്. അപ്പോൾ അവന്മാർക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ ഈ ഗേറ്റ് എന്ന് പറയുന്ന എക്സാമിന് പഠിക്കാൻ വന്നിട്ടുണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ ഇതെന്താ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താ അങ്ങനെ ഒരു ഐഡിയ ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും കാണുമല്ലോ ഒരു ഫ്രണ്ട് വിളിച്ച സമയത്ത് ഫോൺ എടുക്കാത്തൊരുത്തൻ, അതേ കണക്കത്തൊരുത്തൻ ഉണ്ടായിരുന്നു എൻ്റെ ഗ്യാങ്ങിലും. അവനെ ഞാനൊന്ന് വിളിച്ചു. അങ്ങനെ ഒരു പീക്ക് ബോട്ടം എത്തി എന്നൊക്കെ പറയാം. ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്ക് ഞാനൊന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും അവനുമായിട്ട് പക്ഷേ അന്ന് എന്തോ ഭാഗ്യം അവൻ ഫോൺ എടുത്തു. അത്ഭുതമായിരുന്നു, അവൻ ഫോൺ എടുത്തു. ഞാൻ എടുത്തിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് എടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ ചുമ്മാ കാഷ്വലായിട്ട് എന്താ സംസാരിച്ച്. അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് വീട്ടിൽ ഉണ്ടോ, ഞാൻ പറഞ്ഞു ഇല്ല ഹോസ്റ്റലാണ്. ആ ഒരു സമയത്ത് എന്തോ ഞാൻ തിരുവനന്തപുരത്ത് എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നിട്ട് അവൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാമിനെ പറ്റി ഒന്നും ചോദിക്കില്ല. അവൻ ചോദിച്ച് അടുത്ത് വന്നിട്ട് എന്നാ ഷട്ടിൽ കളിക്കാൻ പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എടാ വരാം ഇതിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവനെന്തോ ഒരു സൗണ്ടിലെന്തോ വേരിയേഷൻ തോന്നി. അങ്ങനെ അവൻ ചോദിച്ച് ടെൻഷനാണോ ഡിപ്രഷനാണോ എന്ന് പറഞ്ഞ് ചുമ്മാ നമ്മൾ കളിയാക്കില്ലേ അങ്ങനെ എന്തോ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അടാ ഒരു ചെറിയൊരു പേടി എന്നിട്ട് ഞാനിങ്ങനെ ബ്ലർട്ട് ഔട്ട് ചെയ്തു, കയ്യിൽ നിന്ന് പോകുന്നൊരു സംശയം എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. ടോട്ടലി ഞാൻ നല്ല ടെൻഷനായിരുന്നു, അതുകൊണ്ട് എനിക്കടുത്ത് സംസാരിക്കണമെന്നുണ്ട്, അങ്ങനെ ഞാൻ വിളിച്ചത്. അപ്പോൾ അവൻ ലൈക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടാണോ എന്തോന്ന് അറിയത്തില്ല, അവൻ ഇങ്ങനെ ഡയലോഗ് അടിച്ചു പോകുന്നെങ്കിൽ പോട്ടാ വാങ്ങി തിരിച്ചിങ്ങി വാന്ന് പറഞ്ഞ് എഴുത്, അത് കഴിഞ്ഞിട്ട് കിട്ടില്ലെങ്കിൽ കിട്ടിയില്ല അടുത്തോട്ട് നമ്മൾ നോക്കും. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ആണ് എനിക്കൊന്ന് ഫയർ ആയത്. കാരണം വീണ് പോയാലും കുഴപ്പമില്ല, ബാക്കിൽ ആളുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയപ്പോൾ ഓക്കെ. അവിടെ നിന്നാണ് ഞാൻ പിന്നെ വീണ്ടും ക്യാച്ചപ്പ് ചെയ്ത് കയറി. ആ ഒരു ഒറ്റ ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അടുത്തോട്ട് നമുക്ക് നോക്കാം, ശ്രമിക്കാം. അവരൊരു ഈസി മട്ടില്ലാതെ അവതരിപ്പിച്ച് വെച്ചു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ. പിന്നെ ജേണി ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊന്നും നമ്മൾ പേടിപ്പിക്കുമെങ്കിലും അത്രയുള്ള വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു. ജേണി ഇടയ്ക്കിടയ്ക്ക് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു. മെയിനായിട്ട് നന്ദന ക്ലാസ്സിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് കുലുക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. സംഭവം എന്ന് പറയുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻവയോൺമെൻറ്റൽ സാറ് ഗൂഗിൾ സാർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ക്ലാരിഫോക്കുലേറ്ററിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഇവള് സോൺ ഔട്ടായിരുന്നു, ഞാനും സോൺ ഔട്ടായിരുന്നു. അപ്പോൾ സാറ് എവിടെ നിന്നൊക്കെയോ ചോദിച്ചിട്ട് ഇങ്ങനെ വന്നു. അങ്ങനെ എത്തിയപ്പോഴത്തേക്ക് സാറിങ്ങനെ ഇവളെടുത്താണ് വന്നത്. സാറ് ക്ലാരിഫോക്കുലേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പം ഞാനിങ്ങനെ അവൾ എന്നെ ഇങ്ങനെ നോക്കി, ഞാൻ സൈഡിൽ ഇങ്ങനെ നിന്ന് കുലിക്കുക മതി എന്ന് പറഞ്ഞു. ഇവളത് കയറി പറഞ്ഞു സാർ കുലിക്കുക മതി. അത്രയും നാളെ ജി വലുതായിട്ട് അങ്ങ് ജി എന്നാ നമ്മൾ വിളിക്കുന്ന ഇവളെ.
ഇവള് വലുതായിട്ട് അങ്ങനെ ഇതായിട്ടില്ല. പക്ഷെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഫേമസ് ആയി. റിസൾട്ട് മാർച്ച് 19 വരും എന്നുള്ളത് ഇതുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തൊരു ഇങ്ങനെ ഒരു ന്യൂസുകൾ കാണുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ നേരത്തെ വരും എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു. ദൈവമേ. പിന്നെ ഇവൻ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ റിസൾട്ട് വരുമ്പോൾ നോക്കിയതില്ല. അവനെ വിളിക്കുമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് റിസൾട്ട് നേരത്തെ എന്ന് പറഞ്ഞ് ടെൻഷനാക്കി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഇനി റിസൾട്ട് വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞു. ഞാൻ മറ്റേ സ്കോർ കാർഡൊന്നും വെച്ച് റിസൾട്ട് നോക്കാൻ പോയിട്ടില്ല. നമ്മൾ 3 പേരും നോക്കിയിട്ടില്ല എത്ര വരാൻ പോണെന്നുള്ളത്. വരുമ്പോൾ അറിയാമെന്നുള്ളതുണ്ട്. പക്ഷെ സ്റ്റിൽ ടെൻഷൻ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു മനസ്സിൽ. നമ്മൾ 3 പേരും അവരുടെ വീട്ടിലായിരുന്നു. റിസൾട്ട് വന്നത് ഗ്രൂപ്പിലാണ്. പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു ഒരു 3 മണി അടുപ്പിച്ച് ഗേറ്റ് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓടിപ്പോയി നോക്കുന്നു, അറിയുന്നു. ഞാൻ ആദ്യമേ തീരുമാനിച്ച് നോക്കണ്ട, എല്ലാവരൊക്കെ നോക്കട്ടെ, എന്നിട്ട് ലാസ്റ്റ് നോക്കുക എന്നുള്ള ഐഡിയയാണ് ഇരുന്നത്. ഞാനൊരു നോക്കിയില്ല. ഞാൻ ആദ്യം എൻ്റെ റിസൾട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു നിന്റെ പോയി നോക്കാൻ പറ്റും. നോക്കുന്നില്ല, അപ്പം അതൊക്കെ നോക്കാന്നൊക്കെ പറയുന്നു. പിന്നെ അവസാനം കൺവിൻസ് ചെയ്ത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി റിസൾട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ എഴുതി കഴിയുമ്പോഴത്തേക്ക് പാസ്സാകുമെന്നൊരു ഐഡിയ മൈൻഡിലായിരിക്കാം. ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കായിരുന്നു ഞാൻ. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അങ്ങനെ ആയിരുന്നേ. പക്ഷേ ഞാൻ വിചാരിച്ചേക്കാൾ മാർക്കുണ്ട്. അല്ല, എൻ്റെ അടുത്ത് നേരത്തെ ഇവർ പറഞ്ഞായിരുന്നു റിസൾട്ട് വരുമ്പോൾ ചോദിക്കരുത്, ഞാൻ പറയൂല. അത് നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതായത് റിസൾട്ട് വന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് തമ്മിൽ ഡിസ്ക്ലോസ് ചെയ്താൽ മതി എന്നുള്ളൊരു ഐഡിയയിൽ ആ ഒരു ടേംസിൽ നമ്മളിരുന്നത്. എനിക്ക് പക്ഷെ എൻ്റെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരതും കൂടെ അറിയാനൊരു ആകാംക്ഷ വന്നപ്പോൾ ഞാൻ പറയാൻ പറ്റുമെങ്കിൽ പറ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇട്ടു. ജിയുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, റിസൾട്ട് ഒക്കെ നോക്കിയില്ലേ, പറയാൻ പറ്റുമെങ്കിൽ പറ. ഞാൻ അതുപോലെ ശബരിക്ക് മെസ്സേജ് ഇട്ട്. എന്നിട്ട് നോക്കിയപ്പോൾ 2 പേരും ഒരേ മാർക്ക്, അത് എനിക്ക് കിട്ടിയ അതേ മാർക്ക് തന്നെ അയച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു 3 പേർക്കും എങ്ങനെ ഒരേ മാർക്ക് എങ്ങനെ വരും? സംഭവം എന്ന് പറയുന്നത് വേറെ ആൾ വഴി ജിയുടെ മാർക്ക് ഞാനും ഇവനും കോളിലായിരുന്നു. അപ്പൊ ആ സമയത്താണ് ജിയുടെ മെസ്സേജ് സൈമിൾട്ടേനിയസ്ലി വന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച് എന്തായാലും നീ ചോദിക്കാനായിട്ട് വന്നെങ്കിൽ പിന്നെ നമ്മള് ഒന്ന് തിരിച്ചാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ 3 പേർക്കും ഒരേ മാർക്ക് എങ്ങനെ ശരിയാവും? ജി ടെൻഷൻ, അയ്യോ മാർക്ക് എൻ്റെ അതേ മാർക്കും. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് എ വേണോ ഗേറ്റ് വേണോ എന്നുള്ള ഡൗട്ട് അടിച്ചിരുന്ന ആളാണ് ഞാൻ, എങ്ങോട്ട് പോകണോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഗേറ്റ് അങ്ങനെ ഒരു ഇതൊന്നും അല്ല. നമ്മളൊന്ന് വർക്ക് ചെയ്താൽ, അത്യാവശ്യം ഒന്ന് വർക്ക് ചെയ്താൽ കിട്ടും. ആൻഡ് ഗേറ്റ് എംടെക്കിന് വേണ്ടി മാത്രമുള്ളൊരു സംഭവമല്ല. ഇഷ്ടംപോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മളൊരു സാധാ ഒരു എക്സാമിന് പഠിക്കാൻ പോകുന്നത് വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഡബിൾ ഓഫർ. അതായത് ഗേറ്റ് നമുക്ക് കുറേ വാതിലോ തുറന്നിട്ട് വരും. എംടെക് അല്ലാണ്ട് ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ PSUs ഉണ്ട്. അല്ലാണ്ട് തന്നെ ഗേറ്റിൻ്റെ സ്കോർ വെച്ച് ഗേറ്റ് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വിളിക്കുന്ന എക്സാംസ് ഉണ്ട്. അപ്പം ഗേറ്റ് പഠിച്ച ഒരാൾക്ക് ഇതെല്ലാത്തിനും പോവാം. അതൊരു മെയിനായിട്ടൊരു സാധനം പോരെയാ. അതിൻ്റെ ഇടയിലൊരു കുഞ്ഞു പോർഷനിൽ എയും വരും, അത്രയേ ഉള്ളൂ. എയ്ക്ക് തുറക്കുന്നതിനേക്കാൾ എയ്ക്ക് ജോലിക്ക് പോവാം. ഗേറ്റ് പഠിച്ചാലും നമുക്ക് ഈ എയുടെ ജോലിക്കും പോവാം. അല്ലാണ്ട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു മേള കണക്ക്, ലൈക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വിൻഡോസ് ഓപ്പൺ ചെയ്യുന്ന ഒരു എക്സാമാണ് ഗേറ്റ്. എനിക്കും ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എയ്ക്ക് പോകണോ ഗേറ്റിന് പോകണോ അങ്ങനെ ഒരു. അപ്പം ഇവിടെ വന്നിട്ട് ആദ്യം ഇങ്ങനെ ചോദിച്ചത് എ എടുക്കണോ ഗേറ്റ് എടുക്കണോ. ഇവിടുത്തെ ഫാക്കൽറ്റി തന്നെയാണ് പറഞ്ഞത് ഗേറ്റ് എടുത്താൽ എയും ക്രാക്ക് ചെയ്യാൻ പറ്റും, അതല്ലാതെ ഗേറ്റിന് വഴി കിട്ടുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ PSUs ഒക്കെ കിട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ എയുടെ ഒരു ലെവൽ മാറിയിട്ടുണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ തന്നെ ന്യൂമറിക്കൽസ് അതിൽ വരുന്നുണ്ട്. ചെയ്യാൻ ലൈക്ക് കാൽക്കുലേറ്റർ ആവശ്യമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അല്പം കൂടി ഡെപ്ത് ആയിട്ടുണ്ട് എയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ. ഇപ്പോൾ ഇവിടെ തന്നെ എയുടെ പ്രോബ്ലംസ് ചെയ്യാൻ നേരത്തെ അവർക്ക് ഗേറ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യിക്കാറുണ്ട്. നമ്മൾ ഈവൻ എയുടെ ന്യൂമറിക്കൽസും ന്യൂമറിക്കൽസ് ചെയ്യാറുണ്ട്, തിയറി എടുക്കാറുണ്ട്. അപ്പം ഇത് ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ് 2 എക്സാംസും. പക്ഷെ നമ്മളൊരു ഹയർ ലെവലിൽ കൂടി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അല്പം കോൺസെപ്റ്റ് ഇറങ്ങിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് കൂടുതലുമാണ് പഠിക്കുന്നതിനേക്കാൾ. ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ്, ഇപ്പം BTech കഴിഞ്ഞ് കയറാൻ നേരത്ത് ഗേറ്റിന് ഇപ്പം MTech എടുക്കുന്ന ഗേറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളവർ കാണാം. അപ്പോൾ അവർക്ക് ഡൗട്ടായിരിക്കും ആദ്യം കയറാൻ നേരത്ത്. ഇപ്പോൾ അവർക്ക് BTechന് സപ്ലി ഉണ്ട്, എല്ലാവർക്ക് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ ഒരു അതുകൊണ്ട് അവർക്ക് ഗേറ്റ് എടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനാണെങ്കിൽ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർ തന്നെ ഇവിടെ വന്നിട്ട് നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങുന്നുണ്ട്. അതിനൊക്കെ തന്നെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് ഉള്ളവരും ഇവിടെ വന്നിട്ട് നല്ലോണം പഠിച്ച്, അതായത് നമ്മൾ അവിടെ എങ്ങനെ പഠിക്കും, ഇവിടെ വന്നിട്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇവിടെ നമ്മൾ ബേസിൽ നിന്നാണെല്ലാം തുടങ്ങുന്നത്. കോളേജിൽ പോലെ അങ്ങനെ ഇങ്ങനെ പഠിച്ചു പോകുന്നില്ല. ഇവിടെ നമുക്ക് ഓരോന്നും ചിട്ടായിട്ടാണ് പഠിച്ചു പോകുന്നത്. ബേസിൽ നിന്ന് തുടങ്ങി പിന്നെ പതുക്കെ പഠിച്ചാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ എങ്ങനെ ആയിരിക്കുമെന്ന് BTechന് എങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടത്. ഇവിടെ വന്നിട്ട് നമ്മളെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് റിസൾട്ടിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്ക് പേപ്പേഴ്സ് ഫാക്ടറേ അല്ല. നേരത്തെ ശബരി പറഞ്ഞ കണക്ക് ഇതങ്ങനെ വലിയ ബാലികേറ മല അങ്ങനെ ഒരു തിങ് അല്ല.
ഒരു ചിട്ടയായിട്ടൊന്ന് പഠിച്ചു വരികയാണെങ്കിൽ ആരെ കൊണ്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗേറ്റ്. സോ ഇപ്പോൾ അടുത്തൊരു ബാച്ച് പാസ് ഔട്ട് ആവാറായിട്ടുള്ള ടൈമായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫെബ്രുവരിയിലായിരിക്കും. എല്ലാ കൊല്ലവും ആ ഒരു ടൈം ടേബിളാണ് വിളിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി തന്നെയായിരിക്കും എക്സാം. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ മുമ്പിലൊരു 1 ഇയറോളം ഉണ്ട്. ഒരു 7 to 8 മന്ത് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ആ ഒരു മന്തിൽ നമ്മുടെ ഡെഡിക്കേഷൻ്റെ മാക്സിമം കൊടുത്ത് നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബിടെക്കിൽ നിങ്ങൾ എങ്ങനെയാവട്ടെ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഇവിടെ നിന്ന് തുടങ്ങുന്നത് അങ്ങനെ തന്നെ. ഇത് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലില്ല. അപ്പം അങ്ങനെ പേടിച്ചാലും ബാക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് ഇനി അടുത്ത. എങ്ങോട്ട് പോകണം, ഇവിടം തൊട്ടുള്ളത് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു പോയിന്റ്. 8 to 9 months നന്നായിട്ട് വർക്ക് ചെയ്താൽ നമ്മൾ സെറ്റിൽ ആവും. ഇപ്പോൾ ഗേറ്റ് 2027 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ടെൻഷനൊന്നും ആവണ്ട, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.